بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا سليمان بن حرب قال حدثنا شعبة عن أيوب قال سمعت عطاء قال سمعت بن عباس قال أشهد على النبي صلى الله عليه وسلم أو قال عطاء أشهد على ابن عباس رضي الله عنهما وعنهم أن رسول الله صلى الله عليه وسلم خرج ومعه بلال فظن أنه لم يسمع فوعظهن وأمرهن بالصدقة فجعلت المرأة تلقي القرطة والخاتم وبلال يأخذ في طرف ثوبه. വേദശേഷ മഹാസത്യപാതാരം എന്ന നമ്മുടെ ഈ ബുഖാരി ദർസിലെ 152-ാമത്തെ ദർസാണിത്. ഇതിൻ്റെ സനദാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സനദിലുള്ള അത്വാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു, അവർ താബിഈയാണ്. അവരുടെ ശിഷ്യനായ അയ്യൂബ് സുഖ്തിയാനി അവരും താബിഈയാണ്. ആ അത്വാ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് അവരെ സംബന്ധിച്ച് നാം പറഞ്ഞു. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്ന ഖലീഫ രാജാവായിരുന്ന കാലത്ത് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് മർവാനിയാക്കളിൽ നല്ല സ്വഭാവമുള്ളവരും അത്യാവശ്യം മറ്റുള്ളവരുടെ മുതലിനെ വെറുക്കുന്നവരും ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത് അവർക്ക് ഖിലാഫത്ത് ഏൽപ്പിച്ച് മരണപ്പെട്ടു പോയ മഹാനാണല്ലോ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്. ഈ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹു ഹജ്ജിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട അത്വാ ബിൻ അബി യസീദ് അത്വാ ബിൻ അബി റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഹജ്ജിന് വന്നപ്പോൾ അവരോട് കൂടെ അവരുടെ മക്കളുമുണ്ട്. അങ്ങനെ ചെന്നു കുറേ കാര്യങ്ങൾ അത്വാ ബിൻ അബി റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അവരുടെ പ്രത്യേകക്കാരായ ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ചു പറയാൻ വേണ്ടി ഏൽപ്പിച്ചത്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത്വാ ബിൻ അബി റബാഹ് അല്ലാത്ത ഒരാളും തന്നെ ഫത്വ കൊടുക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞത്. അത്വാ ബിൻ അബി റജാഹ് ഇല്ലെങ്കിൽ പിന്നെ അബ്ദുല്ലാഹി ബിൻ അബി നജീഹ് റളിയല്ലാഹു അൻഹു കൊടുക്കട്ടെ എന്നത് അന്ന് ഹജ്ജിൻ്റെ എല്ലാ പ്രധാന സ്ഥലങ്ങളിലും അങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി ആളേൽപ്പിച്ചു. ഈ ആളുകൾ വിളിച്ച് പറയുമ്പോഴാണ് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്നെ അമീറുൽ മുഅ്മിനീൻ അവരുടെ ഒരു മകൻ ചോദിക്കുന്നത്, നമ്മൾക്ക് എങ്ങനെ ചെയ്താൽ ഇത് ആൾക്കാർ അംഗീകരിക്കുമോ? എങ്ങനെ ചെയ്താൽ? നമ്മളിപ്പോൾ ജനങ്ങളോട് പറയാം അത്വാ ബിൻ അബി റബാഹ് അല്ലാത്ത ഒരാളെ അടുത്ത് പത്ത് ചോദിക്കാൻ പാടില്ല, മുമ്പരെല്ലാം പത്ത് കൊടുക്കാൻ പാടില്ല. നമ്മളെ വിഷയത്തിലൊക്കെ നമ്മൾ ഈ ഒരു വികലാംഗനായ മൂക്കാണെങ്കിൽ ചപ്പിയിട്ട് അതിനെ ഒരു ചക്കക്കുരുവിൻ്റെ മാതിരിയുള്ളൊരു മൂക്ക്, അതിന് ചപ്പിയ മൂക്ക്, കണ്ണാണെങ്കിൽ കോങ്കണ്ണ്, കറുത്ത മനുഷ്യന്, കൈയാണെങ്കിൽ കുഴഞ്ഞിട്ട്, കാലാണെങ്കിൽ മുടന്ത്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനോട് നമ്മൾ പത്ത് ചോദിക്കുക. ജനങ്ങളോട് വിളിച്ചറിയ അത്വാ ബിൻ അബി മഹാനായ അത്വാ ബിൻ അബി റബാഹ് അല്ലാത്ത ഒരാളോട് പത്ത് ചോദിക്കരുത്, ഇദ്ദേഹം ജനങ്ങൾ അംഗീകരിക്കുമോ? അപ്പോൾ സുലൈമാൻ മകനക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ ഈ പത്ത് ചോദിച്ചാളെന്നാണ് ഈ അത്വാ ബിൻ അബി റബാഹ് പറഞ്ഞാൽ. അല്ലോ, മഹാനവർകളെ വാക്കുകൾ ധാരാളമുണ്ട്. അവരുടെ ഉപദേശങ്ങളിൽപ്പെട്ട ഉപദേശമാണ് എന്താ? നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള ആളുകൾ അവർ അനാവശ്യ സംസാരം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ അതാ മുൻഗാമികളായ സ്വഹാബത്ത്
വലിയ വലിയ താബീങ്ങൾ, മുബതാബിയാണല്ലോ. അപ്പോൾ സ്വഹാബത്തിൻ്റെയും വലിയ 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 കിബാറു താബീങ്ങളുടെ അടുക്കൽ അനാവശ്യ സംസാരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനോത്ത്, റസൂലുള്ളാഹിന്റെ ഹദീസ്, അംറും ബിൽ മഅറൂഫ്, നഹിയും അനിൽ മുങ്കർ, അതുപോലെ ജീവിതാവശ്യത്തിൽ അത്യാവശ്യമായുള്ള സംസാരം, ഇതല്ലാത്ത എല്ലാമെല്ലാം അനാവശ്യ സംസാരമായിരുന്നു. അങ്ങനെയാണ് അവരെണ്ണല്. ഒരനാവശ്യം തന്നെ ഖുർആനും അംറും ബിൽ മഅറൂഫും നഹിയും അനിൽ മുങ്കറും ജീവിതത്തിലേക്ക് അത്യാവശ്യമുള്ള സംസാരവും. ഇതല്ലാത്ത ബാക്കിയുള്ള എല്ലാം ഫുളൂലുൽ കലാമാണ്, അനാവശ്യ സംസാരമാണ്. നിങ്ങൾ നിഷേധിക്കുന്നോ കിറാമും കാത്തിബീങ്ങളായ യമീനിലും ഷിമാലിലും 2 മലക്കുകൾ ഇരുന്ന് എല്ലാ കാര്യങ്ങളും റെക്കോർഡാക്കുന്നുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് അമാ യസ്തഹി അഹദുക്കും ലൗ നുശിറത് സഹീഫതുഹു അല്ലതി അംലാ സദ്റ നഹാരിഹി വലൈസ ഫിഹാ ശൈഉം മിൻ അംരി ആഖിറതിഹി. നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ലജ്ജ തോന്നുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവൻ്റെ മലക്കുകൾക്ക് എഴുതാൻ വേണ്ടി അവൻ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ, അവൻ്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ തന്നെയാണ് അവർക്ക് എഴുതാനുള്ളത്. അങ്ങനെയുള്ള വാക്കുകൾ അത് എടുത്ത് നിവർത്തി വായിക്കപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദിക്റൊന്നുമില്ലാതെ, അള്ളാഹുവിൻ്റെ സ്മരണകളൊന്നുമില്ലാത്ത, അള്ളാഹുവിനെ പറച്ചിലില്ലാത്ത നിങ്ങളുടെ ഈ വാചകങ്ങൾ വായിക്കപ്പെടുമ്പോൾ അത് നിങ്ങൾ എന്തിന് ഉരുവിട്ടു എന്നവിടെ ചോദിക്കുമ്പോൾ, ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാവൂലേ? ആ ലജ്ജ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിന്തിച്ച് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു? നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങളുടെ പേപ്പറുകൾ, നിങ്ങൾ ചൊല്ലിക്കൊടുത്ത വാചകങ്ങൾ വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ സവാബില്ലാത്ത വാചകങ്ങൾ വായിക്കപ്പെടില്ല. നിങ്ങൾക്ക് ലജ്ജല്ലേ? എത്ര കനമുള്ള വാക്കാണത്! ആ ഒരു വാക്ക് മാത്രം ചിന്തിച്ചാൽ ഒരു മനുഷ്യർക്ക് പിന്നീട് അനാവശ്യമായ കൂലില്ലാത്ത വർത്താനം പറയാൻ കഴിയൂല. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അത്യാവശ്യമായ അള്ളാഹുവിൻ്റെ ദിക്റ്, ഖുർആൻ, അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുങ്കർ, അത്യാവശ്യ ജീവിത ചർച്ച. അല്ലാത്ത മുണ്ടാതെക്കുക, പളാന്ന് വർത്താനം പറയാതിരിക്കുക. അതുപോലെ ഇന്നത്തെ ഓരോരോ വ്യക്തികളും സൂക്ഷിക്കേണ്ട ഒരു പ്രധാന ഒരു വസിയ്യത്താണ്. മഹാനവരുടെ ഒരു വാക്കുണ്ട്, വളരെ ചിന്തിക്കേണ്ട വാക്കാണ്. ഇതൊക്കെ മനസ്സിൽ നിന്ന് പോവരുത്. മനുഷ്യൻ നന്നാവാൻ ഒരൊറ്റ വാക്ക് മതി. ലവൈതു മിൻതു അലാ ബൈതി മാലിൻ ലകുൻതു അമീനാ വലാ ആമുനു നഫ്സി അലാ അമതിൻ സൗഹാ. ബൈത്തുൽ മാൽ എന്നോട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞാൽ, എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടാൽ ഞാനത് ഏറ്റെടുക്കുകയും ചെയ്യും, ഞാനത് അമീനാവുകയും ചെയ്യും. അതിൽ നിന്ന് ഒരു പൈസയും ഹക്കല്ലാതെ എൻ്റെ ശരീരത്തിൽ ഞാൻ ഉപയോഗിക്കൂല. അത് ചെലവാക്കേണ്ട ഭാഗത്തേക്ക് തന്നെ ചെലവഴിച്ച് ഒരു പൈസയും നഷ്ടപ്പെടാതെ അതിൽ അമീനായി അത് സംരക്ഷിച്ച് പോരാൻ ചെലവഴിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരും. പക്ഷേ ഒരു വിരൂപിയായ ഒരു അടിമ സ്ത്രീയെ എന്നോട് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചാൽ എൻ്റെ ശരീരത്തിൽ എനിക്ക് വിശ്വാസമില്ല. ശ്രദ്ധിക്കണം. ഒരു അമത്ത്, എങ്ങനെയുള്ള അമത്ത്? സൗഹാ, വളരെ വിരൂപിയായ, ശരീരം മുഴുവനും തീ പൊള്ളിയത്, കറുത്തത്, വായിൽ നിന്ന് പല്ല് പുറത്തേക്കുന്തിയത്, എന്തെല്ലാം വിരൂപയാവാൻ പറ്റുമോ അത് മുഴുവനുമുള്ളതായ ഒരു വെള്ളാട്ട് സ്ത്രീ വെള്ളാട്ട് സ്ത്രീയെ നീ സംരക്ഷിക്കണം, അവളെ നീ നോക്കണം എന്ന് ഒരു പെണ്ണിനെ എന്നെ ഏൽപ്പിക്കപ്പെട്ടാൽ എൻ്റെ നഫ്സിനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂല. കാരണം എൻ്റെ നഫ്സിൽ നിന്ന് ഹദീസുൻ നഫ്സ് ഉണ്ടാകും.
അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സൗന്ദര്യമുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് തേടി പിടിക്കും. അവരുടെ ശരീരത്തിൻ്റെ ഘടനയെപ്പറ്റി ഞാൻ ചിന്തിച്ചു പോകും. അവളുമായി ജിമാ ചെയ്യുന്നതിൻ്റെ യുവത്ത് ചെയ്യുന്നതിൻ്റെ അവസ്ഥകൾ ഞാൻ ചിന്തിച്ചു പോകും. അങ്ങനെ പല നിലക്കുമുള്ള ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ എൻ്റെ വന്ന് പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പെണ്ണിൻ്റെ സംരക്ഷണം, മഹ്റമല്ലാത്ത തൊട്ടാൽ ഒളു മുറിയുന്ന ഒരു പെണ്ണിൻ്റെ സംരക്ഷണം എന്നെ ഏൽപ്പിക്കപ്പെട്ടാൽ എനിക്ക് നല്ല കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അവിടെയാണ് ബഹുമാനപ്പെട്ട ദഹബി സിറു അലാമിൻ നുബായിൽ പറയുന്നത്, കുൽത്തു സദഖ റഹിമഹുല്ലാഹ്. ഈ മഹാനായ ഇബ്നു അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു പറഞ്ഞത് വളരെ സത്യമാണ്. കാരണം ഹദീസിലുണ്ട്, അലാ ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറത്തിൻ ഫഇന്ന സാലിസഹുമ ശൈത്താൻ. ഒരു പുരുഷനും ഒരു അന്യ പെണ്ണുമായി ഖൽവത്തിലാവരുത്, കാരണം അവരിൽ മൂന്നാമത്തെ ശൈത്താനായി വരും. എങ്ങനെങ്കിലും ആ പെണ്ണിനെ തൊടാനോ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള വാക്കുകൾ പറയാനോ സൂചനകൾ നൽകാനോ അങ്ങനെ എന്തെങ്കിലും അവളെ ജനിപ്പിക്കാനോ അവളുടെ എന്തെങ്കിലും സംസാരത്തിൽ ആസ്വാദനം കാണലിനെയോ ആഗ്രഹിച്ചു വരും മനുഷ്യൻ. നാം ചിന്തിക്കേണ്ടത് ഇതാണ്. മെഹറമില്ലാത്ത പെണ്ണിനെ വിശ്വസ്തരായ ആളുകൾ ഹജ്ജിന് കൊണ്ടുവന്ന് ഉംറക്ക് കൊണ്ടുപോകുന്നു. ഉസ്താദും പെണ്ണും ഒറ്റയ്ക്ക് റൂമ് താമസിക്കുന്നു, അവർ യാത്ര ചെയ്യുന്നു. അതല്ല ഭാര്യയെ കാത്തി പെണ്ണുങ്ങൾ. അത് മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ആങ്ങളുടെ സ്ഥാനത്താണ്, വാപ്പാന്റെ സ്ഥാനത്ത് നിൽക്കാൻ പറയും. എങ്ങനെ ആങ്ങളാകുക? ആങ്ങളല്ലാത്തവന് വാപ്പല്ലാത്തവങ്ങനെ വാപ്പാകുക, മാപ്പിളല്ലാത്തവങ്ങനെ മാപ്പിളാകുക. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളുമായി നടക്കും. അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആ പെണ്ണിൻ്റെ സൗന്ദര്യമോ അവളുടെ വാക്കിൻ്റെ രസമോ അവളുമായി ഒരു രസത്തിലേർപ്പെടലിന് ധരിക്കാൻ വളരെ പ്രയാസപ്പെടും. അതിനുള്ള അപകടത്തിൽ പെട്ടുപോവണ്ട. അബീ റബാഹ് റളിയല്ലാഹു പറയുന്നത്, വിരൂപിയായ അടിമ സ്ത്രീയെ എനിക്ക് വിശ്വാസമില്ല. എന്തെങ്കിലും അള്ളാഹു തടഞ്ഞ വിഷയങ്ങൾ മനസ്സിൽ വന്നേക്കാം. ഖാല അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ ഞാൻ കേട്ടു. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, അഷ്ഹദു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഔ ഖാല അത്താഉൻ, അല്ലെങ്കിൽ അത്താ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഷ്ഹദു അല ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് തങ്ങളുടെ മേൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഖറജ, റസൂലുള്ളാഹി പുറപ്പെട്ടു. അപ്പോഴുള്ള സെക്കെന്താണ്? അഷ്ഹദു അലൻ നബിയ്യ് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു. അങ്ങനെയാണോ ഉള്ളത്? അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ അത്താ റളിയല്ലാഹു അൻഹു പറയും, അഷ്ഹദു അല ഇബ്നു അബ്ബാസിൻ അന്ന റസൂലുള്ളാഹി. അപ്പം ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അത്താ പറഞ്ഞു എന്നാണോ? അതല്ല, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുമ്പം അഷ്ഹദു അലൻ നബി എന്ന് പറഞ്ഞതാണോ? അല്ല, ഇപ്രായ വ്യത്യാസമുണ്ട്. ഖറജ, ഏതായാലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വമാഹു ബിലാലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഫളന്ന, അങ്ങനെ പുരുഷന്മാർക്കുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കഴിഞ്ഞതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി, അന്നഹു ലം യുസ്മി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ കേൾപ്പിച്ചിട്ടില്ല. അവിടെ സ്ത്രീകളും വന്നിട്ടുണ്ട്. ആ വന്നു നിൽക്കുന്ന സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസംഗം വഅള് കേട്ടിട്ടില്ല എന്ന് മനസ്സിലായി. ഫവഅളഹുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് വഅള് പറഞ്ഞു. വഅമറഹുന്ന, സ്ത്രീകളോട് റസൂലുള്ളാഹി കൽപ്പിക്കുകയും ചെയ്തു. ബിസ്സദഖത്തി, സദഖയിൽ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു. ഫജഅലത്തിൽ മർഅതു, അപ്പം പെണ്ണ് ആയി.
തുൽക്കിൽ കുറുത്ത ഓളെ കാതിലുള്ള റിങ്ങിന് ഇട്ടുകൊടുക്കുന്നവരായി, വൽ ഖാതമ അവളുടെ മോതിരത്തെയും ഇട്ടുകൊടുക്കുന്നവരായി. റളിയല്ലാഹു അൻഹുന്ന യദ്ഖിലു ബിലാലുൻ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു യഖുദു അവർ പിടിക്കുന്നു ഫീ തറഫി തൗബിഹി, ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രത്തിൻ്റെ തറഫിൽ ഒരു ഭാഗത്ത് പിടിക്കുന്നു. അപ്പോൾ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം തോളിലാക്കി മറ്റേ ഭാഗം പിടിച്ച് രണ്ട് ഭാഗം പിടിച്ച് സ്ത്രീകളെ മുമ്പിൽ കൂടെ ബിലാൽ റളിയല്ലാഹു അൻഹു നടന്നു. അപ്പോൾ സ്ത്രീകൾ അവരുടെ കാതിൽ ധരിക്കുന്ന റിങ്ങിന് അവർക്ക് ഇട്ടുകൊടുത്തു. കഴിച്ചിട്ട് മോതിരങ്ങളെയും കയ്യിൽ നിന്ന് ഊരി ആ ബിലാൽ റളിയല്ലാഹു അൻഹു പിടിച്ചതായ ആ വസ്ത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നവരായി. وقال إسماعيل عن أيوب النطاء وقال عن ابن عباس أشهد على النبي صلى الله عليه وسلم. ഈ റാവി അയ്യൂബ് സുഖ്തിയാനിയെ തൊട്ട് റിവായത്ത് ചെയ്യുന്നത് ഷുഅബ എന്നവരാണ് ഇപ്പോൾ നമ്മൾ ഓതിയ ഹദീസിലുള്ളത്. എന്നാൽ മറ്റൊരു റിവായത്ത് മുഅല്ലഖായ ഹദീസാണ്. വഖാല ഇസ്മാഈലു, ഇസ്മാഈൽ ഇബ്നു ഉലയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദാണ്, നേരെ ഉസ്താദല്ല, അതുകൊണ്ടാണ് ഇത് മുഅല്ലഖ എന്ന് പറഞ്ഞത്. അൻ അയ്യൂബ, ഇസ്മായിൽ എന്നവർ അയ്യൂബ് സുഖ്തിയാനിയെ തൊട്ട്, അൻ അത്തായിൻ അയ്യൂബ് എന്നവർ അത്താവിനെ തൊട്ട്, വഖാല എന്നിട്ട് അത്താവ് പറഞ്ഞു, അൻ ഇബ്നു അബ്ബാസിൻ അന്നി അഷ്ഹദു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അഷ്ഹദു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് അഷ്ഹദു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ശക്കില്ലാതെ. നേരത്തെ നമ്മൾ പറഞ്ഞു പോകുന്നത് അഷ്ഹദു അല ഇബ്നു അബ്ബാസിൻ അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ് ഒരു പോക്ക്, മറ്റൊന്ന് അഷ്ഹദു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അഷ്ഹദു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ അഷ്ഹദു പറഞ്ഞ ആള് അത്താ ഇബ്നു അബീ റബാഹാണ്, ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ല. ഈ കോലത്തിലാണ് ഓതി പോകുന്നത്. എന്നാൽ ഈ ഹദീസിന് ഇസ്മാഈൽ ഇബ്നു ഉലയ്യ അയ്യൂബ് സുഖ്തിയായിട്ട് പറയുന്നത് അവിടെ അഷ്ഹദു ഉപയോഗിച്ചത് ഇബ്നു അബ്ബാസ് തങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ റിവായത്തിൽ എന്തുണ്ട്, രണ്ടാളും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത്താ ഇബ്നു അബീ റബാഹും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്താ എന്നവർ പറഞ്ഞു അഷ്ഹദു അല ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു. പിന്നെന്ത് പറഞ്ഞു, അഷ്ഹദു അല ഇബ്നു അബ്ബാസിൻ അന്നഹു ഖാൽ അന്ന നബിയ സല്ലല്ലാഹു റസൂലുള്ളാഹി അന്ന നബിയ സല്ലല്ലാഹു അന്നഹു ഖാല അഷ്ഹദു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു എന്ന പ്രയോഗം ഇബ്നു അബ്ബാസും അത്താവും ഉപയോഗിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹും എന്നതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സനദിലാണ് അവിടെ ശക്കായിട്ടുള്ളത്, ആരാണ് അഷ്ഹദു ഉപയോഗിച്ചത്, അത്താ ആണോ ഇബ്നു അബ്ബാസ് ആണോ റളിയല്ലാഹു അൻഹും. എന്നാൽ ഇസ്മായിൽ റിവായത്തിൽ അഷ്ഹദു എന്ന് ഉപയോഗിച്ച നബി തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങളാണ്. വേറെ റിവായത്തിലുണ്ട് രണ്ടാളും ഉപയോഗിച്ചിട്ടുണ്ട്. അവശക്ക് അപ്പോൾ ഔ എന്നിടത്തുള്ള ഔ മാനിയത്തുൽ ഖുലൂബിൻ്റെ ഔവാക്കിയാൽ മതി, വിഷയം തീർന്നു. ഈ ഹദീസിൽ ധാരാളം കാര്യങ്ങളുള്ള ഹദീസാണ്. ഒന്ന്, സ്ത്രീകളോട് ഉപദേശിക്കണം. ബന്ധപ്പെട്ട ആളുകൾ, ഏതെങ്കിലും ആളുകൾക്ക് എവിടെയെങ്കിലും പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂട്ടി വയത് പറയാനുള്ള അധികാരമൊന്നുമില്ല. അത് ഓരോരോ ആളുകളും ശ്രദ്ധിക്കും വേണം. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചുകൊണ്ട് നോട്ടീസ് അടിച്ച് നിങ്ങളെ വീട്ടിലൊക്കെ വരും, വാട്സപ്പിൽ അതിൻ്റെ പോസ്റ്റർ വരും. അത് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അത് കാണുമ്പോഴേക്കും ഓടി ചെല്ലേണ്ടതില്ല. കാരണം സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കേണ്ടത്, വയത് പറയേണ്ടത് ഒന്ന് അവരുടെ ഭർത്താക്കന്മാരാണ്. അത് ആദ്യത്തെ ഹദീസ് പറഞ്ഞു. രണ്ടാമത്തെ ഹദീസിൽ അവിടുത്തെ ഔദ്യോഗികമായ ഭരണാധികാരികളാണ്, ഇമാമുൽ ആളമാണ്, അല്ലെങ്കിൽ ഇമാമുൽ ആളം നിശ്ചയിച്ച ആളുകളാണ്. അതല്ലാതെ വയത് കേൾക്കുന്നവർക്ക് മുഴുവൻ പെണ്ണുങ്ങളും ഉണ്ട്. അത് കൈമൽ ഒരു ദിക്ർ ചെല്ലുന്ന സാധനം കൂടി കയ്യിലുണ്ട്, പിന്നെ പെണ്ണുങ്ങൾക്ക് എല്ലുമായി ഏത് ആണുങ്ങളെ മുമ്പിലും ഇരിക്കാം, ആരോടും അഭിമുഖമായി സംസാരിക്കാം. വണ്ടി ഓട്ടുന്ന വണ്ടിയിലിരിക്കുന്ന പുരുഷന്മാരിരിക്കുന്ന സീറ്റിൽ അവിടെ കാലിന് അവിടെ പോയി ഇരിക്കും. ഇങ്ങനെ ആണും പെണ്ണും ഇഖ്തിലാത്ത് ചെയ്ത് വയത് കേൾക്കുന്നോട് കാണുന്നോടത്ത് മുഴുവനും സ്ത്രീകൾ പോവേണ്ടതില്ല.
സ്ത്രീകളോട് വയത് പറയേണ്ടത് ഒന്നവിടെ പുതിയാപ്പിളാണ്, ഭർത്താക്കന്മാരാണ്. അവർക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കുക. അവൻ അറിയില്ലെങ്കിൽ അവനത് ബന്ധപ്പെട്ടവരോട് ചോദിച്ച് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ ഔദ്യോഗികമായി അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഇമാമിങ്ങൾ, നാട്ടിലെ കാദിമാർ, അവർ നിശ്ചയിക്കുന്ന ഭരണാധി, അവർ നിശ്ചയിക്കുന്ന അവരുടെ പ്രതിനിധികളായി വരുന്ന പ്രാസംഗികന്മാർ, അവരുടെ പോകേണ്ടതുള്ളൂ. അല്ലാതെ കാണുന്നിടത്തേക്ക് മുഴുവൻ കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് പോകും ചില കമ്പക്കാർ. അവർ ചില ഫാൻസ് ആളുകളുണ്ടാകും. അവർ ആ ധ്വനി കേൾക്കാൻ വേണ്ടി, അവർ ആ ഒരു ഈണം കേൾക്കാൻ വേണ്ടി എന്നും വന്ന് തന്നെ ഉണ്ടാകുക, എന്നും ഒരേ ദ്വയ ഉണ്ടാകുക. അവർ പഠിച്ചതേ അവർ പറയുള്ളൂ. ക്ലാസ് ആണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, കുറേ എന്തൊക്കെ അനുഭവങ്ങളോ കുറേ ഫോൺ കോളുകളോ പറയും. അങ്ങനെയുള്ളവരുടെ സദസ്സക്ക് 100 കൊല്ലം പോയാലും ഒന്നും കിട്ടൂല. എന്നാൽ എന്നും ക്ലാസ്സിൽ പോലെ പണിയാണ്, പെരയത്ത് ഒരു പണി നോക്കൂല. അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ട് പണ്ഡിതന്മാർ അതിനൊക്കെ പരിഹാരം കാണേണ്ടതുണ്ട്. ഇന്നത്തെ ഈ അവസ്ഥ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, അപ്പോൾ ഒന്ന്, സ്ത്രീകളോട് വഅദ് പറയേണ്ടത് ഔദ്യോഗികമായ ഇമാമിയങ്ങളാണ്. ഭരണാധികാരികളോ അവർ നിശ്ചയിച്ചവരോ ആയിരിക്കണം, അല്ലെങ്കിൽ കാദിമാരോ കാദിമാർ നിശ്ചയിക്കുന്ന ആളുകളോ ആയിരിക്കണം. അതിനെപ്പറ്റിയവരെ കാദിമാർ നിശ്ചയിക്കാൻ പാടുള്ളൂ. പെണ്ണുങ്ങളോട് കൊഞ്ചനം കാട്ടുന്നവർ അവരുടെ പേര് ഉറക്കനെ വിളിച്ച് പറയാം, ഇവിടെ അവർ സന്തോഷിപ്പിക്കുക. ആരെന്തൊരു 10 റുപ്യ കൊടുത്ത് ആരാ കൊടുത്ത് അതിൻ്റെ പെണ്ണാണ്, ഇവിടെ പാത്തുമാരെ മഹത്താണ് പറയുക. ഫാത്തിമ ബീവിയോട് കൂടെ സുഹൃത്ത് കാലത്തിനായി നമ്മൾ പറഞ്ഞു കൊടുക്കുക. വേറെ പാത്തുമ്മയും വരും, അപ്പോൾ ഒരാഴ്ച അങ്ങോട്ട് വരും. അങ്ങനെ സ്ത്രീകളുടെ ദൗർബല്യത മുതലെടുക്കുന്ന ആളുകളെ ഒരിക്കലും അതിന് വേണ്ടി നിശ്ചയിക്കരുത്. പിന്നെ ഹദീസിലുള്ള മറ്റൊരു വിഷയമാണ്, സ്ത്രീകൾക്ക് അവരവരുടെ സ്വന്തം പണം അത് ചെലവഴിക്കാൻ ഭർത്താവിൻ്റെ സമ്മതം വേണോ വേണ്ടേ? ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്. എന്താ ഹദീസ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യഹില്ലു ലിഇംറഅത്തിൻ അതിയ്യത്തുൻ ഇല്ലാ ബിഇദ്നി സൗജിഹാ. ഹദീസ് സ്വഹീഹാണെന്ന് ബൈഹഖി ഇമാം പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഹദീസുണ്ട്. പെണ്ണിനിക്ക് ധർമ്മം ചെയ്യാൻ പറ്റൂല ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ. അത് ഭർത്താവിൻ്റെ മുതൽ കൊണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്. അത് ശരിയല്ല. ഭർത്താവിൻ്റെ മുതൽ കൊടുക്കണമെങ്കിൽ വേറെ ആളെ മുതൽ ആർക്ക് കൊടുക്കണമെങ്കിൽ സമ്മതം വേണ്ടേ? സമ്മതോട് ഭർത്താവിനേക്കാണെങ്കിലും ഭാര്യക്കാണെങ്കിലും അന്യ ആൾക്കാർക്കാണെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ സമ്മതം വേണം. പൊതുവായിട്ടും അറിയപ്പെട്ട കാര്യമാണ്. നേരെ പെണ്ണിനിക്ക് പെണ്ണിൻ്റെ മുതലെടുത്ത് കൊടുക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണ്ട എന്ന് ഇമാം ബുഖാരിയുടെ ഹദീസ് കൊണ്ട് തെളിഞ്ഞു. അപ്പോൾ ചോദ്യം ചോദിക്കപ്പെടും, മാലിക്കി മദ്ഹബിൽ അതാണ്, സ്ത്രീകൾക്ക് അവരവരുടെ മുതലുകൾ കൊടുക്കണമെങ്കിൽ 1/3 കൊടുക്കാൻ സമ്മതം വേണ്ട, അതിൽ കൂടുതൽ കൊടുക്കണമെങ്കിൽ സമ്മതം വേണം. മറുപടി എന്നാ? ഒന്ന്, ഈ പറഞ്ഞ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅദ് പറഞ്ഞപ്പോൾ സദഖ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ സ്ത്രീകൾ മുഴുവനും സദഖ ചെയ്ത് ഭർത്താക്കളോട് സമ്മതം ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹദീസോ ബൈഹഖി ഇമാമിൻ്റെ ഹദീസോ ലാ യഹില്ലു ലിഇംറഅത്തിൻ അതിയ്യത്തുൻ ഇല്ലാ ബിഇദ്നി സൗജിഹാ, അത് പറയും ഈ ഹദീസ് ബൈഹഖിൻ്റെ ഹദീസാണ്. അതിൻ്റെ ആ ഹദീസിനേക്കാൾ ഖുവ്വത്തുള്ള ഹദീസാണ് ബുഖാരിയുടെ ഹദീസ്. അതുകൊണ്ട് ഖുവ്വത്തുള്ള അമൽ ചെയ്യും. അതായതിനുള്ള ഒരു മറുപടി. വേറൊരു മറുപടി, ഹദീസുകൾ തമ്മിൽ പരസ്പര വൈരുദ്ധ്യമായാൽ അഖ്വ കൊണ്ട് അമൽ ചെയ്യണം. രണ്ടാമത്തെ മറുപടി, സ്ത്രീകൾക്ക് ധർമ്മം ചെയ്യണമെങ്കിൽ ഭർത്താവിനോട് സമ്മതം ചോദിക്കണം എന്ന് പറയുന്നത്, അത് ആ ചോദിക്കണം എന്ന് പറയുന്ന അർത്ഥമുള്ളത് ലാ യഹില്ലു എന്ന് പറഞ്ഞാൽ ലാ യജൂസു എന്ന അർത്ഥത്തിലല്ല, ഏറ്റവും നല്ലത് എന്നുള്ള അർത്ഥത്തിനാണ്. സ്ത്രീകൾക്ക് അങ്ങനെ കൊടുക്കരുത്, ഹലാലല്ലാതെ പറഞ്ഞാൽ നിങ്ങൾ സദഖ ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ അധികാരികളായ നിങ്ങളെ മുതലുങ്ങളതാണെങ്കിലും അത് ഭർത്താക്കന്മാരുമായി ഒന്ന് കൂടിയാലോചിച്ചിട്ട് നമ്മളിങ്ങനെ കൊടുക്കല്ലേ ചോദിച്ചതിൻ്റെ സാവണം. നമ്മൾ ഓതിയ ബുഖാരിയുടെ ഹദീസിൽ പറഞ്ഞത് അത് ജായിസാണെന്ന് വരുത്താൻ വേണ്ടി ചെയ്തതുമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി ചോദിക്കാഞ്ഞത് എന്താ ഭർത്താക്കന്മാരുള്ള ആളുകളിലെ നിങ്ങൾക്ക് നിങ്ങൾ ഭർത്താക്കന്മാരോടാണ് സമ്മതം ചോദിച്ചണോ ചോദിച്ചിട്ടില്ല, ഇത് പോയി സമ്മതം ചോദിച്ച് വരിയെന്നും പറഞ്ഞിട്ടില്ല.
അവിടെ ചില ആളുകൾ പറയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളോട് വയല് പറയുമ്പോൾ മറ്റേ ഭാഗത്ത് പുരുഷന്മാരുണ്ടായിരുന്നു, അപ്പോൾ അവർ കേൾക്കുന്നുണ്ട് നബി തങ്ങൾ പറയുന്നത്, അവരെതിർത്തിട്ടില്ല. ഇമാമി കൊടുത്ത മറുപടി എന്താ? അങ്ങനെ ശരിയല്ല. കാരണം ആണും പെണ്ണും ഇടകലല്ലാന്ന് പതിവില്ല. ആണുങ്ങൾ ആണുങ്ങളുടെ ഭാഗത്താണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ അവർക്ക് വയല് കേൾപ്പിച്ചോ എന്ന് സംശയമായി. പുരുഷന്മാരോട് പറഞ്ഞ പ്രസംഗം സ്ത്രീകൾ കേട്ടിട്ടില്ല എന്ന് നബി തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് വേറെ വയല് പറഞ്ഞു എന്ന് പല ആൾക്കാരും. അവർ വേറെ സെക്ഷനായിരുന്നു അവരുണ്ടായിരുന്നത്, വേറെ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്, പുരുഷന്മാരുടെ ഭാഗത്തെ അല്ല. അതിൽ ഈ കൊടുക്കുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ഓരോരുത്തരും അവരിലേക്ക് നോക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ മറുപടി ശരിയല്ല. ഭർത്താക്കന്മാരെ അപ്പുറം സമ്മതം കൊടുത്തിട്ടാവാം എന്നുള്ള സാധ്യത ശരിയല്ല. രണ്ടാമത്തെ മറുപടി എന്താ? രണ്ടാമത്തെ മറുപടി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ലു ഹുക്കം എന്താ? നബി പെണ്ണുങ്ങൾക്ക് അവരുടെ മുതൽ കൊടുക്കാൻ ഭർത്താവിന് സമ്മതം വേണ്ട. എന്നാലും കൂടെ ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഐക്യം ഉണ്ടാവാൻ വേണ്ടി, സ്ത്രീയുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാവാതിരിക്കാൻ വേണ്ടി ഭർത്താവിനോട് കൂടി ആലോചിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. അതാണ് അർത്ഥമുള്ളത്. മൂന്നാമത്തത് ലാ യഹില്ലു ലിംറാത്തിൻ അസിയ്യത്തുൻ ഇല്ലാ ബിഇദ്നി സൗജിഹാ. ഹദീസ് അതുപോലെ ഹദീസുകളൊക്കെ ദഈഫാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത് ദഈഫായതുകൊണ്ട് ഈ ഹദീസുകൾ ചർച്ച ചെയ്യേണ്ടതില്ല. അങ്ങനെയും മറുപടി പറഞ്ഞവരുണ്ട്. അപ്പം മാലിക്കി മദ്ഹബ് പ്രകാരം സ്ത്രീകൾക്ക് അവരവരുടെ മുതലുകൾ കൊടുക്കണമെങ്കിൽ, 1/3 കൂടുതൽ കൊടുക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം. നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് പ്രകാരം സ്ത്രീകളുടെ മുതലിൻ്റെ ഉടമസ്ഥകർ അവരാണ്. അവരുടെ മുതൽ ആണുങ്ങളെപ്പോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മുതൽ ചെലവഴിക്കാനുള്ള അധികാരമുണ്ട്. തെളിവാണ് ഈ ഹദീസ്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഈ ഹദീസിലുണ്ട്. ഹാഷികൾ നോക്കി മനസ്സിലാക്കുക.